ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ സൂറത്തിൽ വന്നിട്ട് മൂന്നാമത്തെ വ്ളോഗാണ്. ഇതോടുകൂടി സൂറത്തിൽ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു കേട്ടോ. നമുക്ക് ഇന്ന് തിരിച്ചു പോകേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം ഒരു 7:45 നമ്മുടെ ട്രെയിൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഗുജറാത്തിലെ സൂറത്തിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വാപ്പ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ നേരം വൈകുന്നു. വാപ്പക്ക് അറിഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് വാപ്പ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചും വരാം. ഇന്ന് ഇവിടെ ഈ റൂമിൻ്റെ താഴത്തെ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അവിടെ ഇന്നലെ നമ്മൾ ഒരു പനീർ ബട്ടർ മസാലയും പിന്നെ വേറെ ഏതൊരു ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് പാപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇപ്പോഴും രാവിലെ ഏകദേശം ഒരു 8-8:30 മണിയാണ് സമയം കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നല്ല വെയിലും ചൂടും ആളുകളും ഓട്ടോയും അങ്ങനെ ഈ ഈ സ്ട്രീറ്റൊക്കെ ഭയങ്കര സജീവമാണ് കേട്ടോ. മോർണിംഗ് ഡാഡി നമ്മൾ ഇന്നലെ കഴിച്ച പനീർ ബട്ടർ മസാലയും സംഗതികളൊക്കെ ആവാൻ ഇനിയും നേരം പിടിക്കും അത്രേ. 11:30 മണിക്ക് ശേഷമാണ് അത്രേ അത്. അപ്പോൾ നമുക്ക് ഈ സൗത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മളെ ഇഡ്ഡലി, വട, ദോശ അതുപോലത്തെ സാധനങ്ങൾ, പിന്നെ പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാപ്പ ഇഡ്ഡലിയും ഇങ്ങനെ ഇതൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഇഡ്ഡലി കഴിക്കുന്നത് അതാ ഈ രീതിയിലാണ് അത്ര. ഇങ്ങനെയാണ് ഇവിടെ ഇഡ്ഡലി കഴിക്കേണ്ടത്. അല്ലാണ്ട് കറി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കൈ കൊണ്ടല്ല കഴിക്കുക. അപ്പോൾ വാപ്പ നല്ല സ്റ്റൈലായിട്ട് ഇഡ്ഡലി അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഒക്കെ കഴിക്കുന്നുണ്ട്. കൈയോളം പാടില്ല. ഓ, കൈമ തൊട്ടപ്പോൾ നല്ല ഓയിലി. എന്നാ വാപ്പ ഇഡ്ഡലി കൂടി മറ്റേ വടം കൂടി എങ്ങനെ കഴിച്ചാൽ നോക്കട്ടെ. ഓ ഞാൻ പിന്നെ ഇഡ്ഡലിയും വടയൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. അത് നമ്മൾ സാധാരണ കഴിക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ പൂരിയും പിന്നെ ഭാജി എങ്ങനെയുണ്ട് നോക്കാൻ നോക്കി. പിന്നെ നമുക്ക് ഇന്നലെ കുടിച്ച പോലത്തെ ഒരു മസാല ടീയുമാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. ഇനി നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം. വൈകുന്നേരം 7:45 ട്രെയിൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അടുത്ത എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാനുണ്ടോ എന്ന് നോക്കാൻ പോകാൻ. കുറേ ദൂരത്തേക്ക് പോയാൽ അതും ശരിയാവില്ല, അത്രയ്ക്ക് സമയമില്ലല്ലോ. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് നോർത്തേക്കല്ലേ പോണത്. അപ്പോൾ തണുപ്പിനുള്ള കുപ്പായൊക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. അപ്പോഴാണ് ഇവിടെ നെബിലൂട്ടി ഷൈദി ഫസ്റ്റ് വന്നിരുന്നല്ലോ. അവർ പറഞ്ഞത് ഇവിടെ ഭയങ്കര ചൂടാണ്, തണുപ്പിന് ഡ്രസ്സുകളൊന്നും ആവശ്യമില്ലാന്ന്. എടുക്കാവുന്നതും ഭാഗ്യമായി. ആ ലഗേജും കൂടി നമ്മൾ താങ്ങേണ്ടി വന്നിരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ പക്ഷേ ഈ ചൂടത്ത് നമ്മൾ തുള്ളി വിയർക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഇവിടുത്തെ 2 വീലർ ഓടിക്കുന്ന, 2 വീലറല്ല, എല്ലാ 3 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും സമ്മതിക്കണം. ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവേഴ്സാണ് എല്ലാവരും. ഇവിടെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ, ഈ ബോംബെ മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 100 രൂപ മുതൽ സാരി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും വാപ്പയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് തേടി പിടിച്ച് വന്നതാണ്. ഇതൊരു ലോകമാണ് കേട്ടോ. ഒരു ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നടന്നാൽ എത്തത്തില്ല. अब मद्रासी बोलते हैं ना हम केरला वाले को भी. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഇരുന്നിട്ടാണ് അത്ര ഇവിടെ സാധനങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഇവിടെ 100 രൂപ മുതൽ സാരി ഉണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. പിന്നെ 200 രൂപ 250 രൂപയ്ക്ക് ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയത്. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു 250 അല്ല, എനിക്ക് 200 രൂപയ്ക്ക് ടോപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നാക്കിന് നല്ല നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞിട്ടൊക്കെ സാധനം വാങ്ങിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ പൈസ തന്നെയാണ് ഇവിടുത്തെ ടോപ്പിനൊക്കെ ഏകദേശം. അടുത്തതായിട്ട് നമ്മൾ അമ്മക്ക് സാരി വാങ്ങിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കാണില്ലേ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഈ കോണിയൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. എങ്ങനത്തെ കോണിയെന്നറിയോ? അങ്ങനെ അമ്മച്ചയ്ക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മുകളിലോട്ട് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബെഡിൽ ഇരുന്നും കൊണ്ട് വേണം സാരി സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അമ്മച്ചയ്ക്ക് പറ്റിയൊരു സാരി ഞാനും വാപ്പയും കൂടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവസാനം ഞങ്ങളൊരു സാരി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ റോഡിൻ്റെ അടിയിൽ കൂടി ഇറങ്ങി പോകണം ഞാൻ പോവും. അറിയാൻ പാടില്ല, ഗുജറാത്തിൽ നിന്ന് വീണ് ആരോടിഞ്ഞൊന്നല്ല ചീത്തപ്പേരും കൂടി ആവോന്നാവോ. നോക്കട്ടെ, ഇറങ്ങി നോക്കട്ടെ. ഈ ഹൈറ്റ് വീടില്ല ഞാനാണ് ഇറങ്ങി പോണത്. നാളേക്കണം ഇറങ്ങന്നെ ചെയ്യട്ടെ.
ചുമ്മാ ഇവിടെ ഒരു ലോകമാണ് കേട്ടോ. ഇവിടെ നമ്മളെ ആൾക്കാർ ക്യാൻവാസ് ചെയ്തിട്ട് അതാണെങ്കിൽ വേറെ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസമാണ്. ഇതിൻ്റെ ഉള്ളിൽ വെറും സാരി, ഭാഗ്ന, ലഹങ്ക, അങ്ങനെ 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 അങ്ങനെ. സായിക്കുട്ടിക്ക് ഡ്രസ്സ് കിട്ടിയില്ല, എൻ്റെ മോൾക്ക് ഡ്രസ്സ് കിട്ടി, പക്ഷേ സായിക്കുട്ടിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതൊന്ന് വാങ്ങിക്കാനാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ ബോംബെ മാർക്കറ്റ് ഒന്ന് ഏകദേശം ചുറ്റി വന്നിട്ടോ. ഇവിടെ ഗേറ്റ് നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം മറകളുണ്ട്. പക്ഷേ ഗേറ്റ് നമ്പർ 1 കൂടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് നമ്പർ ലാസ്റ്റത്തെ ഗേറ്റ് നമ്പർ എത്രയായിരുന്നു ആ നമ്പറിൽ കൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ. ഇത് നമ്മളൊരു എന്താ പറയുക, അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണഞ്ചി പോണ തരത്തിലുള്ളതാണ്. പിന്നെ ക്യാൻവാസിങ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ നമുക്ക് ഒരു കടയ്ക്കും കയറി പോകാൻ തോന്നില്ല. അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല ഫുഡൊക്കെ നല്ല ലൈവ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചില ആൾക്കാരുടെ വ്ളോഗിലാണ് ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കണമൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിവിടുന്ന് ഒരു വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പിയും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത റൂമിലാണല്ലോ താമസിക്കുന്നത്. ആ റൂമിൻ്റെ അവിടുന്ന് അങ്ങോട്ട് 2 കിലോമീറ്ററും അവിടുന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്ററും നമ്മൾ സഞ്ചരിച്ചു. ഇതാണ് ഇപ്പോൾ നമ്മൾ സൂറത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത ഒരേ ഒരു കാര്യം. ബാക്കി നമ്മൾ ജോലിക്ക് വന്ന കാര്യം, ഷൂട്ടിനാണല്ലോ നമ്മളിവിടെ വന്ന് ഷൂട്ട് ചെയ്തു, നമ്മൾ തിരിച്ചു പോന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ലേഡീസൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. ഇവിടെ ലേഡീസൊക്കെ ഇങ്ങനത്തെ ഒരു സ്കാർഫ്, അവരെ കണ്ണ് മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ, സ്കാർഫ് കെട്ടും. ഇവർ ഈ ബോയ്സൊക്കെ പോകുന്ന പോലെ തന്നെ ഈ ലേഡീസും കാല് നിലത്തുകൂടെ ഒന്ന് കുത്താതെ എത്ര ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയാണ് അവർ ആ വണ്ടികൾ വെട്ടിച്ച് ഓടിക്കണമെന്ന് അറിയോ. ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സായിക്കുട്ടിക്ക് ഒരു ടീഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ടീഷർട്ട് നോക്കി. പക്ഷെ അത് കറക്റ്റ് സൈസിലും കാര്യത്തിലും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പോയിട്ട് നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു സെറ്റപ്പ് കിട്ടുകയെന്ന് നോക്കി നിന്നാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തിയത്. ഇതാണ് കേട്ടോ. ഞാൻ ഗുജറാത്തിലുള്ളവർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയണത്, ഈ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഏറ്റവും വൃത്തിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഇവരൊരു ഷോപ്പാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ ഷോപ്പിൻ്റെ മുന്നിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മിക്സി എല്ലാം നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്നു. അവർ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ വാപ്പാട് പറഞ്ഞു, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ 2 ചിക്കു ഷേക്ക് ഉണ്ടാക്കാൻ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ചിക്കു ഷേക്കൊക്കെ അവർ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ പോയി നോക്കി നിൽക്കായിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ടാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ ചിക്കു ഷേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല ഫേമസ് ആയ സ്ഥലമാണല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് മിൽക്കിലൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ഒരു ചിക്കു ഷേക്കൊക്കെ കുടിച്ചു. വാപ്പത്തിൻ്റെ തൊട്ടിപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പെർഫ്യൂംസ് അത്തർ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാനവിടെ സായിക്കുട്ടിൻ്റെ പോലത്തെ ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് പൈസയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ അല്ല, ഗൂഗിൾ പേ ഉള്ളൂ, എനിക്ക് ജ്യൂസ് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് പറഞ്ഞു എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മതിയെന്ന്. അപ്പോൾ അവനക്കൊരു ഓറഞ്ച് ജ്യൂസും ഞാനും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എന്തോ ആ കുട്ടൻ കണ്ടപ്പോഴേക്ക് സായിക്കുട്ടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് ഒരു 3-4 അത്തർ ഒക്കെ വാങ്ങിച്ചു. മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ നല്ല ഗുലാബ് ജാമുൻ, രസഗുള ഇതൊക്കെ കണ്ടു. പണ്ടത്തെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗുലാബ് ജാമുൻ കഴിക്കാതെ പോലായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. പാപ്പ അവിടെ ഒരു കണ്ടെയ്നർ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാപ്പാനോട് പറഞ്ഞു, പാപ്പ കണ്ടെയ്നർ എടുത്തിട്ട് വരും, ഞാൻ നേരെ റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 6 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യുന്ന സമയം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം. അപ്പോൾ 3 മണി സമയം. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 4-4:30 മണിയായപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഓറഞ്ചൊക്കെ കഴിച്ചു. നമ്മൾ ഉച്ചക്ക് ഇങ്ങനെ ചിക്കു ഷേക്കാണല്ലോ, ഞാനും വാപ്പിയും അതാ കഴിച്ചത്. ഞങ്ങൾ മിനിമം ഫുഡാണ് ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനി പോകാൻ നേരത്ത് നമുക്ക് നല്ല ചപ്പാത്തിയും ഭാജിയും ഒക്കെ കഴിച്ചിട്ട് ട്രെയിനിലോട്ട് കയറാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ലഗേജുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പാക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കുന്ന ബാഗൊന്നും ആവില്ലല്ലോ. നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലഗേജുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു കമ്മലാണ് കേട്ടോ. 180 രൂപയായിരുന്നു. പിന്നെ മുന്തിരിങ്ങൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കഴുകിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് പോവുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുന്തിരിങ്ങ കഴുകാൻ നമുക്ക് പാത്രങ്ങൾ
സാധനങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് എൻ്റെ കമ്മലിൻ്റെ പിന്നാമ്പർ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് കവറിന് ധാരാളം ഓട്ടകൾ ഉണ്ടാക്കിയിട്ട് ഇനി അത് നമ്മൾ ഓട്ടപാത്രത്തിലിട്ടിട്ട് നമ്മൾ കഴുകൂലേ എന്ന പോലെ കഴുകാമല്ലോ. ആ പ്ലാനൊക്കെ ആയിട്ട് ഞാൻ പോയി നല്ല വണ്ണം മുന്തിരിങ്ങ ഒരു 3-4 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിളൊക്കെ കഴുകിയിട്ട് അതും വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ട്രെയിനിൽ നിന്ന് കത്തിയൊക്കെ മുറിച്ചിട്ട് ആപ്പിളൊക്കെ മുറിച്ച് കഴിക്കാമല്ലോ. ഞങ്ങളുടെ കയ്യിൽ ചെറിയ കുപ്പിയിട്ട് എല്ലാ വെള്ളം കൂടി അപ്പോൾ വലിയ കുപ്പിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മോയ്സ്ചറൈസർ തേക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എന്താണെന്നറിയില്ല, ഭയങ്കര നാട്ടിലത്തെ പോലെയല്ല, കുറച്ച് ഡ്രൈനെസ് കൂടുതലാണോ എന്നൊരു സംശയം. ഞാനൊന്ന് ഭയങ്കര വെയിലത്തൊക്കെ പുറത്ത് പോയിരുന്നില്ലേ, പക്ഷെ ഒരു തുള്ളി ഞാൻ വേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഹ്യൂമിഡിറ്റി കുറവാണ് കൂടുതലാണെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി കുറവായ കാരണം കൊണ്ടാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കാരണമാണോന്ന് അറിയില്ല, ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്, ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ തേക്കാം, പിന്നെ നമുക്കൊരു സൺസ്ക്രീനും ഇടാം കേട്ടോ. ഞാനിപ്പോൾ തേക്കുന്നത് നമുക്ക് ഡംഡോക്കിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. പ്രൊമോഷനല്ല, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷേ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. നമുക്ക് തേക്കട്ടെ. സൺസ്ക്രീൻ തേച്ചാൽ എപ്പോഴും ഫാനിൻ്റെ മൂട്ടി പോയി നിൽക്കേണ്ടി വരും, എന്നാലുള്ളൂ ഇതങ്ങോട്ട് ഉണങ്ങി കിട്ടുക. നമുക്കിപ്പോൾ വേഗം ഉണങ്ങേണ്ട ആവശ്യമുണ്ട്, കാരണം നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് സമയക്കണം കേട്ടോ. അതിന് കുറച്ച് തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറുപാടികളെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേഗം ഫാനിൻ്റെ മൂട്ടി പോയിട്ട് ഉണക്കട്ടെ കേട്ടോ. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന സംശയമായിരിക്കും, ഈ ടോപ്പ് നമ്മളോ കണ്ടിക്കണോ. പിന്നെയാണ് ഇത് നമ്മുടെ നെവിലോട്ട ടോപ്പാണ് കേട്ടോ. ഞാൻ സംഭവിച്ചെന്നിരുന്നുകൊണ്ട നെവിലോട്ടി വരാനില്ല, ഇത് നെവിലോട്ട ടോപ്പാണ്. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് ഫേസ് ടോണിൻ്റെ ഒരു ക്രീമാണ്. ഇത് നമുക്ക് ഗ്ലേസിങ് ലുക്കൊന്ന് മാറ്റിയിട്ട് കുറച്ച് എന്താ പറയുക സാറ്റിൻ ലുക്കോ എന്താ സംതിങ് ആ ലുക്ക് എന്തെങ്കിലും വരുത്തിക്കാം. ഇതേക്കട്ടെ. അങ്ങനെ നമ്മളെല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് 6 മണിക്ക് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഈ റിസപ്ഷനിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ 6:30 മണിയാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 7:30 മണിയാകുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം, പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇരിക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഒരു വിധം ഞങ്ങൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ട്രെയിൻ കയറാൻ അവിടെ കുറച്ച് മലയാളികളുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ട്രെയിനിൽ കുറേ മലയാളികളെ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. അവരൊക്കെ നാട്ടിലേക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂറത്തേക്ക് വന്ന ആൾക്കാരായിരുന്നു. നാട്ടിലൊക്കെ ടെക്സ്റ്റൈൽസ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ട്രെയിനാണ് കേട്ടോ. എൻ്റെ ഫോണിലാണെങ്കിൽ ബാറ്ററി ആകെ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രെയിൻ വരുമ്പോൾ ഏതാ നമ്മളെ ബോഗിന്ന് കണ്ടെത്തലൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിലൊക്കെ കയറി നമ്മൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫോണിലൊരു അത്യാവശ്യം ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗോവ സ്റ്റേഷനൊക്കെ കണ്ടപ്പോൾ ഗോവ സ്റ്റേഷനിലൊന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് വാപ്പ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചു തന്നു കേട്ടോ. നമ്മൾ ഈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ചിട്ടാണ് ട്രെയിനിൻ്റെ അകത്ത് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് രാത്രി നമ്മൾ നാട്ടിലേക്ക് എത്തുമല്ലോ, അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചാൽ മതി, ഇനി അടുത്ത രാത്രി കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. നമ്മൾ ഏകദേശം കേരളത്തിൻ്റെ മണ്ണ് തൊട്ട് മക്കളെ നമ്മൾ കണ്ണൂരിലെത്തിയപ്പോൾ എൻ്റെ വാപ്പ ഒരു ചായയും ഒരു പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ ഞങ്ങൾ രാവിലെ മുതൽ പട്ടിണിയാണ്. ഞങ്ങൾ ഫ്രൂട്ട്സും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ കേരള മണ്ണിലെത്തിയപ്പോൾ വാപ്പയ്ക്ക് ചായ പിടിക്കാനൊരു ആഗ്രഹം. ഞങ്ങൾക്ക് ഷൊർണൂരിലാണ് ഈ ട്രെയിൻ ശരിക്കും നിൽക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ പട്ടാമ്പിയിലെങ്ങാനും നിർത്തിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ലഗേജൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പട്ടാമ്പിയിൽ ചെറുതായിട്ട് നിർത്തിയപ്പോൾ ലഗേജൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ചാടാന്നൊക്കെ ഇല്ല പ്ലാനിലായിരിക്കണം കേട്ടോ. വിശന്നിട്ടാണ് ഈ മനുഷ്യനിവിടെ തല കറങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ട്രെയിനൊക്കെ നിർത്തി വീട്ടിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോണ പുറപ്പാടിലാണ് കേട്ടോ. ഇവിടെ നമ്മളെ ജാസ്മിക്കുട്ടിയുടെ വീട്ടിലാണ് സായിക്കുട്ടി ഉള്ളത്. ഇന്നുമോളാണെങ്കിൽ പെരിന്തൽമണ്ണയുള്ളത്. അവൾക്ക് ഇന്നലെ ഡാൻസ് പ്രോഗ്രാമും മറ്റുമായിട്ട് അവൾ ബിസിയായ കാരണം കൊണ്ടായിരുന്നു സായിക്കുട്ടിനെ ജാസ്മിക്കുട്ടിയുടെ വീട്ടിലേക്ക് ആക്കി കൊടുത്തേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സായിക്കുട്ടിനെ എടുത്തിട്ട് നമ്മൾ പെരിന്തൽമണ്ണ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം നനച്ചുള്ളിയൊക്കെ നടത്താൻ. ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.